Hi all, welcome back to biology class. We are discussing our chapter excretion to maintain homeostasis. This is the second part. Okay. In our previous class we discussed about structure of kidney, nephron, etc. And we know that nephrons are the structural and functional unit of kidney. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി കിഡ്നിയുടെ സ്ട്രക്ചർ, നെഫ്രോണിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചു. ബ്ലഡ് ഫിൽട്ടർ ചെയ്യാനുള്ള സ്ട്രക്ചറാണ് നെഫ്രോൺ. ബ്ലഡ് ഫിൽട്രേഷൻ കഴിഞ്ഞ് യൂറിൻ ഫോം ചെയ്യും അല്ലേ? എങ്ങനെയാണ് യൂറിൻ ഫോമേഷൻ എന്ന് നോക്കാം. ദർ ആർ 3 സ്റ്റെപ്സ് ഇൻ യൂറിൻ ഫോമേഷൻ. ഫസ്റ്റ് വൺ അൾട്രാ ഫിൽട്രേഷൻ. യൂറിൻ ഫോമേഷനിൽ 3 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഒക്യൂസ് ത്രൂ ദ പോർസ് ഓഫ് ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൽ കാണുന്ന പോർസിൽ കൂടിയാണ് അൾട്രാ ഫിൽട്രേഷൻ നടക്കുക. ആഫ്റ്റർ അൾട്രാ ഫിൽട്രേഷൻ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് ഫോമഡ്. അൾട്രാ ഫിൽട്രേഷന് ശേഷം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫോം ചെയ്യും. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് കളക്റ്റഡ് ഇൻ ക്യാപ്സുലാർ സ്പേസ്. നെക്സ്റ്റ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എവിടെ കളക്ട് ചെയ്യപ്പെടും? ക്യാപ്സുലാർ സ്പേസിൽ കളക്ട് ചെയ്യപ്പെടും. ഒബ്സർവ് ദ ഫിഗർ. എഫറൻറ്റ് വെസൽ വഴി ഇംപ്യൂർ ബ്ലഡ് ഗ്ലോമറുലസിലെത്തും. സോ ഗ്ലോമറുലസിൽ ഒരുപാട് പോർസ് ഉണ്ട്. ഈ പോർസിൽ കൂടെ ഫിൽട്രേഷൻ നടക്കും. അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നെക്സ്റ്റ് എവിടേക്ക് മൂവ് ചെയ്യും? ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ ക്യാപ്സുലാർ സ്പേസിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ബ്ലഡ് നെക്സ്റ്റ് ഇഫറൻറ്റ് വെസലിൽ കൂടെ മൂവ് ചെയ്യും. വേസ്റ്റ് മെറ്റീരിയൽസ് എവിടെ കളക്ട് ചെയ്തു? ക്യാപ്സുലാർ സ്പേസിൽ കളക്ട് ചെയ്തു. ഈ പ്രോസസ്സിനെയാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ നടക്കുന്ന സമയത്ത് ബ്ലഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റായ RBC ഒന്നും ഗ്ലോമറുലസിൻ്റെ പോർസിൽ കൂടെ ഫിൽട്ടർ ചെയ്യപ്പെടില്ല. അതുകൊണ്ടാണ് അൾട്രാ ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ അൾട്രാ ഫിൽട്രേഷൻ. അൾട്രാ ഫിൽട്രേഷനെ സഹായിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് പ്രോസസ് ഈസ് സപ്പോർട്ടഡ് ബൈ ദ ഹൈ പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ ഗ്ലോമറുലസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡയമീറ്റേഴ്സ് ഓഫ് എഫറൻറ്റ് വെസൽ ആൻഡ് ഇഫറൻറ്റ് വെസൽ. ഫിഗർ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാം, എഫറൻറ്റ് വെസലിൻ്റെയും ഇഫറൻറ്റ് വെസലിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആണ്. എഫറൻറ്റ് വെസലിൻ്റെ സൈസ് വലുതാണ്, ഇഫറൻറ്റ് വെസൽ ചെറുതാണ്. സോ ഈ ഡിഫറൻസ് കാരണം ഗ്ലോമറുലസിൽ ഹൈ പ്രഷർ ഫോം ചെയ്യും. ഇത് കാരണം അൾട്രാ ഫിൽട്രേഷൻ നടക്കും. ഓക്കെ, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ കാണുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്? ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം അയോൺസ്, വൈറ്റമിൻസ്, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ എക്സെട്ര. ഇതൊക്കെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ കാണുന്ന കമ്പോണൻസ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നമ്മുടെ ബോഡിക്ക് യൂസ്ഫുള്ളായ സബ്സ്റ്റൻസസും കാണാം. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, കാൽഷ്യം ഇതൊക്കെ ബോഡിക്ക് യൂസ്ഫുള്ളായ സബ്സ്റ്റൻസസ് ആണ്. സോ അത് യൂറിനായി മാറാൻ പാടില്ല, നമ്മുടെ ബോഡിയിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യണം. അതേപോലെ തന്നെ കിഡ്നി സർഫസിൽ ഇനിയും വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് റീനൽ ട്യൂബ്യൂളിലേക്ക് മൂവ് ചെയ്യണം. So second step in urine formation is reabsorption and secretion. It takes place in renal tubule. So from which part of the nephron reabsorption and secretion takes place? Renal tubule. നെഫ്രോണിൻ്റെ റീനൽ ട്യൂബ്യൂളിൽ വെച്ചാണ് റീഅബ്സോർപ്ഷൻ പ്രോസസ്സും സെക്രീഷൻ പ്രോസസ്സും നടക്കുന്നത്. റീഅബ്സോർപ്ഷൻ ഫ്രം റീനൽ ട്യൂബ്യൂൾ ടു പെരിട്യൂബുലാർ കാപ്പിലറീസ്. റീഅബ്സോർപ്ഷൻ പ്രോസസ്സ് നടക്കുന്നത് റീനൽ ട്യൂബ്യൂളിൽ നിന്നും പെരിട്യൂബുലാർ കാപ്പിലറീസിലേക്കാണ്. റിമെമ്പർ ദ ഫിഗർ ഓഫ് നെഫ്രോൺ. ഓക്കെ, റീനൽ ട്യൂബ്യൂളിൽ നിന്നും പെരിട്യൂബുലാർ കാപ്പിലറീസിലേക്കാണ് റീഅബ്സോർപ്ഷൻ പ്രോസസ്. ദാറ്റ് ഈസ് വെൻ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫ്ലോസ് ത്രൂ റീനൽ ട്യൂബ്യൂൾ ടു ദ കളക്ടിംഗ് ഡക്ട്, എസെൻഷ്യൽ കമ്പോണൻസ് ആർ റീഅബ്സോർബ്ഡ് ടു ദ പെരിട്യൂബുലാർ കാപ്പിലറീസ്. അൾട്രാ ഫിൽട്രേഷന് ശേഷം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്തു. നെക്സ്റ്റ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് റീനൽ ട്യൂബ്യൂൾ വഴി മൂവ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ള എസെൻഷ്യൽ കമ്പോണൻസ് ഒക്കെയും നമ്മൾ നേരത്തെ പറഞ്ഞ എസെൻഷ്യൽ കമ്പോണൻസ് ലൈക്ക് അമിനോ ആസിഡ്, ഗ്ലൂക്കോസ് ഇതൊക്കെയും എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? എങ്ങോട്ടേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടും? ഫ്രം ദ റീനൽ ട്യൂബ്യൂൾ ടു പെരിട്യൂബുലാർ കാപ്പിലറീസ്. ഓക്കെ, എമംഗ് ദ എസെൻഷ്യൽ കമ്പോണൻസ് ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ് ഈസ് കംപ്ലീറ്റ്ലി റീഅബ്സോർബ്ഡ്. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, വാട്ടർ ഓൾ ദീസ് ആർ റീഅബ്സോർബ്ഡ് പാർഷ്യലി. ഒബ്സർവ് ദ ഫിഗർ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ റീനൽ ട്യൂബ്യൂളിൽ നിന്നും പുറത്തേക്കാണ് ആരോ മാർക്ക് അല്ലേ? സോ റീനൽ ട്യൂബ്യൂളിൽ നിന്നും പെരിട്യൂബുലാർ കാപ്പിലറീസിലേക്കാണ് റീഅബ്സോർപ്ഷൻ നടക്കുക. ഇവിടെ പെരിട്യൂബുലാർ കാപ്പിലറീസിൻ്റെ ഫിഗർ തന്നിട്ടില്ല. സോ യു ഹാവ് ടു ഇമാജിൻ ദാറ്റ്. ഓക്കെ,
സോ റീ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് റീനൽ ട്യൂബ്യൂളിൽ നിന്നും പെരിട്യൂബുലാർ കാപ്പിലറീസിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്. ആൻഡ് കംപ്ലീറ്റ്ലി റീ അബ്സോർപ്ഷൻ നടക്കുന്നത് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് അമിനോ ആസിഡ് ആൻഡ് പാർഷ്യൽ റീ അബ്സോർപ്ഷൻ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ആൻഡ് വാട്ടർ. ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ് കംപ്ലീറ്റ് ആയി റീനൽ ട്യൂബ്യൂളിൽ നിന്നും പെരിട്യൂബുലാർ കാപ്പിലറീസിലേക്ക് മൂവ് ചെയ്യും. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, വാട്ടർ ഇവ പാർഷ്യൽ റീ അബ്സോർപ്ഷൻ ആണ്. ദാറ്റ് ഈസ് കംപ്ലീറ്റ് ആയി ഈ കമ്പോണൻസ് ഒന്നും റീനൽ ട്യൂബ്യൂൾസിൽ നിന്നും പെരിട്യൂബുലാർ കാപ്പിലറീസിലേക്ക് മൂവ് ചെയ്യില്ല. സെക്രീഷൻ ഫ്രം പെരിട്യൂബുലാർ കാപ്പിലറീസ് ടു റീനൽ ട്യൂബ്യൂൾ. സെക്രീഷൻ നടക്കുന്നത് പെരിട്യൂബുലാർ കാപ്പിലറീസിൽ നിന്നും റീനൽ ട്യൂബ്യൂളിലേക്കാണ്. The excess components that are retained in blood even after ultrafiltration are secreted to renal tubules from the capillaries. അൾട്രാഫിൽട്രേഷന് ശേഷം ബ്ലഡിൽ ഏതെങ്കിലും കമ്പോണൻസ് എക്സസ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടെങ്കിൽ അവ പെരിട്യൂബുലാർ കാപ്പിലറീസിൽ നിന്നും റീനൽ ട്യൂബ്യൂളിലേക്ക് മൂവ് ചെയ്യും. ഈ പ്രോസസ്സാണ് സെക്രീഷൻ പ്രോസസ്സ്. ഓക്കെ, പെരിട്യൂബുലാർ കാപ്പിലറീസിൽ നിന്നും എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? റീനൽ ട്യൂബ്യൂളിലേക്ക് മൂവ് ചെയ്യും. So which are the substances or components that are secreted? H plus and K plus. Observe the figure here. ഇതിൽ H plus and K plus also some amount of urea പെരിട്യൂബുലാർ കാപ്പിലറീസിൽ നിന്നും റീനൽ ട്യൂബ്യൂളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, H plus K plus some amount of urea പെരിട്യൂബുലാർ കാപ്പിലറീസിൽ നിന്നും റീനൽ ട്യൂബ്യൂളിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സെക്രീഷൻ. Third step in urine formation is absorption of water. It takes place in collecting duct. Collecting ductil വെച്ചാണ് absorption of water നടക്കുക. Water is absorbed from glomerular filtrate. So glomerular filtrateലെ excess amount of water ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ absorb ചെയ്യപ്പെടും. From where? From collecting duct. Glomerular filtrate is now called urine. After all these three processes, glomerular filtrate is converted to urine. Observe the figure. You can see here water moves from collecting duct to kidney surface. Water collecting ductil നിന്നും kidney surfaceലേക്ക് മൂവ് ചെയ്യും. Absorption of water. So finally glomerular filtrateലുള്ള excess amount of water ബോഡിയിലേക്ക് മൂവ് ചെയ്തു. That is ultrafiltrationന് ശേഷം glomerular filtrate ഫോം ചെയ്തു. നെക്സ്റ്റ് റീ അബ്സോർപ്ഷൻ പ്രോസസ്സ് വഴി glomerular filtrateലുള്ള എസെൻഷ്യൽ കമ്പോണൻസ് ഒക്കെയും പെരിട്യൂബുലാർ കാപ്പിലറീസിലേക്ക് മൂവ് ചെയ്തു. പെരിട്യൂബുലാർ കാപ്പിലറീസിലുള്ള എക്സസ് കമ്പോണൻസ് സെക്രീഷൻ പ്രോസസ്സ് വഴി റീനൽ ട്യൂബ്യൂളിലേക്ക് മൂവ് ചെയ്തു. നെക്സ്റ്റ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ള എക്സസ് വാട്ടർ അബ്സോർപ്ഷൻ പ്രോസസ്സ് വഴി ബോഡി സർഫസിലേക്ക് മൂവ് ചെയ്തു. ഫൈനലി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്തായി മാറി? യൂറിനായി മാറി. So what are the components of urine? It contains 96% of water, 2% of urea and 2% of sodium chloride, potassium chloride, calcium salt, phosphate, uric acid, creatinine, etc. ഇതൊക്കെയാണ് യൂറിൻ്റെ കമ്പോണൻസ്. നമ്മൾ ആദ്യം ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ അമിനോ ആസിഡ്, ഗ്ലൂക്കോസ് ഇതൊക്കെ കണ്ടു അല്ലേ? അതൊക്കെയും റീ അബ്സോർബ് ചെയ്യപ്പെട്ടു. സോ ഫൈനലി യൂറിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് വാട്ടർ, യൂറിയ, sodium chloride, potassium chloride, calcium salt, phosphate, uric acid, creatinine, etc. Difference between glomerular filtrate and urine. In glomerular filtrate, many essential materials are seen, but in urine, after reabsorption and secretion process, only waste materials are seen. Glomerular filtrate essential materials കാണാം, but urine കാണുന്നത് waste materials മാത്രമാണ്. Next one, micturition. It is the process of passing out of urine. Urine pass ചെയ്യുന്ന process ആണ് micturition. Washing out disease-causing germs from the urinary tract also takes place during the process of micturition. So urine pass ചെയ്യുന്ന സമയത്ത് urinary tractലുള്ള germs കൂടി പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടും. Okay. So washing out of disease-causing germs also takes place during micturition process. How does avoiding timely urination affect our body? So if we are not passing urine in correct time, how it will affect our body? നമ്മൾ കറക്റ്റ് ടൈമിൽ യൂറിൻ പാസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? Avoiding urination for a long time prevents the expulsion of bacteria that may be present in the urinary tract and urinary bladder. Urinary tractലും that is ureterലും urinary bladderലും ഒരുപാട് ബാക്ടീരിയാസ് കാണാം. സോ യൂറിനേഷൻ നടത്താതെ ഇരുന്നാൽ ഈ ബാക്ടീരിയാസ് നമ്മുടെ ബോഡിയിൽ നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്യില്ല. ദിസ് കോസസ് ഇൻഫെക്ഷൻ ഇൻ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ യൂറിനറി ബ്ലാഡർ. അത് കാരണം യൂറിനറി ബ്ലാഡറിൽ ഇൻഫെക്ഷൻ വരാം.
Females are more susceptible to urinary tract infection when compared to males. മെയിൽസായി കമ്പയർ ചെയ്യുമ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് കൂടുതൽ ചാൻസ് ആർക്കാണ്? ഫീമെയിൽസിനാണ്. റോൾ ഓഫ് കിഡ്നി ഇൻ ഹോമിയോസ്റ്റാസിസ്. ഹൗ കിഡ്നി ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. കിഡ്നീസ് എങ്ങനെയാണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്? വേസ്റ്റ് മെറ്റീരിയൽസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലൈഫ് പ്രോസസ്സ്. സോ ഒരുപാട് മെറ്റബോളിസം ദാറ്റ് ഈസ് ലൈഫ് പ്രോസസ്സിന് ശേഷം വേസ്റ്റ് മെറ്റീരിയൽസ് ഫോം ചെയ്തു. ഡിസ്റപ്ഷൻ ഓഫ് ഹോമിയോസ്റ്റാസിസ് ഡിസ്റ്റർബ്ഡ് ആയി. സോ കിഡ്നി ഹെൽപ്സ് ഇൻ എക്സ്പൾഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ, വാട്ടർ ബാലൻസ്, സോൾട്ട് ബാലൻസ്, റെഗുലേഷൻ ഓഫ് pH. കിഡ്നി വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യും. വാട്ടർ ബാലൻസ്, സോൾട്ട് ബാലൻസ്, pH റെഗുലേഷൻ ഇതിനൊക്കെ സഹായിക്കും. അഗെയിൻ മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തു. ദിസ് ഈസ് ഹൗ കിഡ്നി ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഹോമിയോസ്റ്റാസിസ്. നെക്സ്റ്റ് ടോപ്പിക് കിഡ്നി ഡിസീസസ്. ബാഡ് ഹെൽത്ത് ഹാബിറ്റ്സ്, lifestyle and infection by microorganisms adversely affect the health of the kidneys. Let us see which are the major kidney diseases. Okay, first one, nephritis. What is the reason for nephritis? Inflammation of kidneys due to infection or intoxication. That is infection, അണുബാധ, intoxication, വിഷബാധ. ഇവ കാരണം കിഡ്നി വീക്കം വെക്കും. ഇൻഫ്ലമേഷൻ മീൻസ് കിഡ്നിയിൽ വീക്കം വെക്കും. ആൻഡ് ദിസ് ഈസ് ദ റീസൺ ഫോർ വിച്ച് ഡിസീസ്? നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റിസ് വന്നാലുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്? ടർബിഡ് ആൻഡ് ഡാർക്ക് കളേർഡ് യൂറിൻ, ബാക്ക് പെയിൻ, ഫീവർ, ഒഡീമ ഓൺ ഫേസ് ആൻഡ് ആങ്കിൾ. എങ്ങനെയുള്ള യൂറിൻ ആയിരിക്കും? ടർബിഡ് ആൻഡ് ഡാർക്ക് കളേർഡ്, കലങ്ങിയതും ഡാർക്ക് കളറിലുള്ള യൂറിൻ ആയിരിക്കും. ബാക്ക് പെയിൻ ഉണ്ടാകും. ഫീവർ വിൽ ബി ദെയർ. ഒഡീമ മീൻസ് വീക്കം. എവിടെയൊക്കെ ഒഡീമ വരും? ഫേസ് ആൻഡ് ആങ്കിൾ. സോ ദീസ് ആർ ദ സിംറ്റംസ് ഓഫ് വിച്ച് ഡിസീസ്? നെഫ്രൈറ്റിസ്. ഓക്കെ, സെക്കൻഡ് വൺ, കിഡ്നി സ്റ്റോൺ. വാട്ട് ഈസ് ദ റീസൺ ഫോർ കിഡ്നി സ്റ്റോൺ? ഡിപ്പോസിഷൻ ഓഫ് ക്രിസ്റ്റൽസ് ഓഫ് കാൽഷ്യം സാൾട്സ് ഇൻ കിഡ്നി ഓർ യൂറിനറി ട്രാക്ട്. കിഡ്നിയിലോ യൂറിനറി ട്രാക്റ്റിലോ കാൽഷ്യം ക്രിസ്റ്റൽസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കിഡ്നി സ്റ്റോൺ വരാം. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ സിംറ്റംസ്? പെയിൻ ഇൻ ദ ലോവർ എബ്ഡോമൻ, ബ്ലോക്കേജ് ഓഫ് യൂറിൻ, ഡിസീനസ്, വോമിറ്റിംഗ്. ലോവർ എബ്ഡോമൻ അടിവയറിൽ വേദന ഉണ്ടാകും. ബ്ലോക്കേജ് ഓഫ് യൂറിൻ ബ്ലോക്ക് ചെയ്യപ്പെടും. ഡിസീനസ് തലകറക്കം വരും. വോമിറ്റിംഗ് വിൽ ബി ദെയർ. വോമിറ്റിംഗ് മീൻസ് ഛർദി ഉണ്ടായിരിക്കും. സോ ദീസ് ആർ ദ സിംറ്റംസ് ഓഫ് കിഡ്നി സ്റ്റോൺ. നെക്സ്റ്റ് ഡിസീസ് ഈസ് യുറീമിയ. വാട്ട് ആർ ദ റീസൺസ് ഓഫ് യുറീമിയ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കിഡ്നി ഡിസീസസ്, നെഫ്രൈറ്റിസ്, ഡയബറ്റിസ്, ഹൈ ബ്ലഡ് പ്രഷർ. All these causes or all this leads to uremia. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കിഡ്നി ഡിസീസസ്, നെഫ്രൈറ്റിസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നെഫ്രൈറ്റിസ്, ഡയബറ്റിസ് പ്രമേഹം, ഹൈ ബ്ലഡ് പ്രഷർ ഹൈ BP ഇതൊക്കെ കാരണം യുറീമിയ വരാം. ആൻഡ് സിംറ്റംസ് അനീമിയ, ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, ഡിസീനസ്, സഫക്കേഷൻ, ഡയറിയ, പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ സ്റ്റോപ്സ് ഗ്രാജ്വലി. എന്തൊക്കെയാണ് സിംറ്റം? അനീമിയ വിളർച്ച, ലോസ് ഓഫ് ബോഡി വെയ്റ്റ് റെഡ്യൂസ് ചെയ്യും, ഡിസിനസ് തലകറക്കം വരും, സഫോക്കേഷൻ ശ്വാസമുട്ടൽ, ഡയറിയ മീൻസ് വയറിളക്കം, പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ സ്റ്റോപ്സ് ഗ്രാജ്വലി കുറച്ച് കഴിയുമ്പോൾ യൂറിൻ പ്രൊഡക്ഷന് സ്റ്റോപ്പ് ചെയ്യപ്പെടും. സോ ദീസ് ആർ ദ സിംറ്റംസ് ഓഫ് യുറീമിയ. കിഡ്നി ഡിസീസസ് സീവിയർ ആയാൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും ഫിൽറ്റർ ചെയ്യപ്പെടില്ല അല്ലേ? സോ എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും ബ്ലഡിൽ തന്നെ കാണും. So that is very dangerous. Then how can we save the life of those who are suffering from kidney diseases? Kidney diseases ഉള്ള ആൾക്കാരുടെ ലൈഫ് എങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കും? ഫസ്റ്റ് റെമഡി ഈസ് ഹീമോഡയാലിസിസ്. Hemodialysis means it is the process of purifying blood by passing it through artificial kidney when the kidneys become non-functional. കിഡ്നി ഫങ്ഷൻ ചെയ്യാതായാൽ ബ്ലഡ് ആർട്ടിഫിഷ്യൽ കിഡ്നിയിലേക്ക് പാസ് ചെയ്യും. ആർട്ടിഫിഷ്യൽ കിഡ്നി ബ്ലഡിനെ പ്യൂരിഫൈ ഓർ ക്ലീൻ ചെയ്യും. ഈ ഒരു പ്രൊസീജിയറിനെയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുക. ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്നത് ഡയാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനാണ്. ഓക്കെ, സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബ്ലഡ് വിത്ത് ഹൈ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് പാസ്ഡ് ഇൻ ടു ദ ഡയാലിസിസ് യൂണിറ്റ്. ഹെപ്പാരിൻ ഈസ് ആഡഡ് ടു പ്രിവെൻറ്റ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. വേസ്റ്റ് മെറ്റീരിയൽസ് ഉള്ള ബ്ലഡ് ഡയാലിസിസ് യൂണിറ്റിലേക്ക് പാസ് ചെയ്യും. ബ്ലഡ് കട്ടപിടിക്കാതിരിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന കെമിക്കലാണ് ഹെപ്പാരിൻ. ഓക്കെ, സോ വേസ്റ്റ് മെറ്റീരിയൽസ് ഉള്ള ബ്ലഡ് എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? ആർട്ടിഫിഷ്യൽ കിഡ്നി ദാറ്റ് ഈസ് ഡയാലിസിസ് യൂണിറ്റിലേക്ക് പാസ് ചെയ്യും. വാട്ട് ഈസ് ആഡഡ്?
heparin is added to prevent clotting. ബ്ലഡ് കട്ടപിടിക്കാതിരിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഹെപ്പാരിൻ. Second step, what happens? When blood flows through the dialysis unit, the waste contained in blood diffuse to dialysis fluid. Waste materials dialysis fluidലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ബ്ലഡ് ഡയാലിസിസ് യൂണിറ്റിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് മൂവ് ചെയ്യും. ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഡയാലിസിസ് യൂണിറ്റ് ബ്ലഡിലുള്ള ഇംപ്യൂരിറ്റീസ് ഓർ വേസ്റ്റ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യും. സോ ബ്ലഡ് ക്ലീൻ ആയി മാറും. So next what happens? Purified blood is allowed to pass through veins. Purified or clean blood പിന്നീട് വെയിൻസിലെ കൂടെ ബോഡിയിലേക്ക് പമ്പ് ചെയ്യും. So what are the steps? Blood with high quantity of waste material is passed into dialysis unit. What is added to prevent clotting? Heparin. Okay. When blood flows through the dialysis unit, the waste contained in blood diffuses into dialysis fluid. Purified blood is allowed to pass through veins. Next remedy is kidney transplantation. Have you heard about kidney transplantation? When does kidney transplantation become necessary? That is, listen here, a single healthy kidney is enough to purify blood. But when both the kidneys of an individual get damaged completely, a fully functioning kidney should be received from a donor to save life. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ ഹെൽത്തി ആയ ഒരു കിഡ്നി മതിയാകും. എന്നാൽ ഒരാളുടെ 2 കിഡ്നിയും ഡാമേജ് ആയാൽ മറ്റൊരാളിൽ നിന്നും കിഡ്നി സ്വീകരിക്കേണ്ടി വരും. ഓക്കെ, അപകടത്തിൽപ്പെട്ട ഒരാളുടെയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയ ഒരാളുടെയോ കിഡ്നി ബ്ലഡ് ഗ്രൂപ്പ്, ടിഷ്യൂ മാച്ചിങ് ഇതൊക്കെ അനുസരിച്ച് സ്വീകരിക്കാൻ സാധിക്കും. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സമയത്ത് ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ്, ടിഷ്യൂ മാച്ചിങ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ കിഡ്നി സ്വീകരിച്ച ആളുടെ ബോഡി സ്വീകരിച്ച കിഡ്നിയെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. So that about excretion and excretory organs in human beings. So next, excretion in other organisms. Is there any mechanism in other organisms as in human beings to remove excretory materials? മനുഷ്യനെ പോലെ മറ്റു ജീവികളിലും excretory systems ഉണ്ടോ? So let us see. In amoeba, they have contractile vacuole. Okay, what is its function? To remove ammonia and water. അമീബയിലുള്ള excretory products ആണ് ammonia and water. അത് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് കോൺട്രാക്റ്റൈൽ വാക്യൂൾ. എർത്ത് ഫോമിൽ കാണുന്ന സ്ട്രക്ചർ നെഫ്രീഡിയ. ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? യൂറിയ, അമോണിയ ആൻഡ് വാട്ടർ. ഇൻസെക്റ്റിൽ കാണുന്ന എക്സ്ക്രീറ്ററി ഓർഗനാണ് മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. ഇൻസെക്റ്റിലുള്ള എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഓർ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. ഫിഷ് ഹാസ് കിഡ്നി. ഫിഷിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നി ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് അമോണിയ. Frog has kidney, waste material, urea. Reptiles and birds has kidney, and what is the waste material? Uric acid. Okay, so these are the excretory waste materials and excretory organs in some of the organisms. Next topic, excretion in plants. Plants also have methods to excrete waste materials, but they do not have separate excretory system as in animals. The rate of life activities is less in plants when compared to animals. Hence, the quantity of waste materials in plants are also less. Waste materials റിമൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ, മെത്തേഡ്സ് പ്ലാന്റ്സിലും കാണാം. പക്ഷേ പ്രത്യേകമായൊരു എക്സ്ക്രീറ്ററി സിസ്റ്റം പ്ലാന്റ്സിലില്ല. എന്തുകൊണ്ടാണ്? അനിമൽസുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്ലാന്റ്സിൻ്റെ ലൈഫ് ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. സോ ദേ ഹാവ് ലെസ് വേസ്റ്റ് മെറ്റീരിയൽസ്. സോ പ്ലാന്റ്സിൻ്റെ കേസിൽ വേസ്റ്റ് മെറ്റീരിയൽസ് കുറവാണ്. അതുകൊണ്ട് they do not have a particular excretory system, but they have certain methods to remove waste materials. First one, stomata or lenticel. So these are the openings seen in plant. Expel oxygen, carbon dioxide and water. Stomata and lenticel വഴി റിമൂവ് ചെയ്യപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഹൈഡത്തോഡ്സ് seen at the tip of the leaves in grasses and shrubs എലിമിനേറ്റ് വാട്ടർ. ഗ്രാസിലും ഷ്രബ്സിലും കുറ്റിച്ചെടികളിലും എക്സസ് ആയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുന്നത് ഹൈഡത്തോഡ്സ് വഴിയാണ്. ഹൈഡത്തോഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ലീവ്സ്. ലീവ്സിൻ്റെ അറ്റത്ത് കാണുന്ന ചെറിയ ഓപ്പണിങ്സ് ഓർ പോഴ്സ് ആണ് ഹൈഡത്തോഡ്. സോ വാട്ട് ഈസ് റിമൂവ്ഡ് ത്രൂ ഹൈഡത്തോഡ്? എക്സസ് വാട്ടർ ഈസ് എലിമിനേറ്റഡ് ത്രൂ ഹൈഡത്തോഡ്. നെക്സ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് ഹാർഡ്വുഡ്. വേസ്റ്റ് മെറ്റീരിയൽസ് ഗെറ്റ് അക്യുമുലേറ്റഡ് ഇൻ ദ ഓൾഡർ സൈലം വെസൽസ് present at the center of the tree trunk
ആൻഡ് ഫോം ഹാർഡ്വുഡ്. ചില വേസ്റ്റ് മെറ്റീരിയൽസ് ഓൾഡർ സൈലം വെസൽസിൽ അക്യുമുലേറ്റ് ചെയ്യും. സൈലം വെസൽസ് കാണുന്നത് ട്രീ ട്രങ്കിൻ്റെ മിഡിലായാണ്. ഓക്കെ, ഇവ പിന്നീട് ഹാർഡ്വുഡായി മാറും. ഹാർഡ്വുഡ് എന്ന് പറഞ്ഞാൽ കാതൽ എന്ന് കൂടി പറയും. ആൻഡ് നെക്സ്റ്റ് വൺ, അബ്സേഷൻ ഓഫ് ലീവ്സ്. വെൻ ലീവ്സ് ആർ എബൌട്ട് ടു ഫോൾ, plants absorb all useful materials from them. Falling leaves contain mostly waste materials. ലീവ്സ് കൊഴിയാറാകുമ്പോൾ അവയിൽ നിന്നും ആവശ്യമുള്ള മെറ്റീരിയൽസൊക്കെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. സോ ഫോളൻ ലീവ്സിൽ കാണുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമായിരിക്കും. ദിസ് അബൌട്ട് എക്സ്ക്രീഷൻ ഇൻ plants. Okay, so we have discussed about excretion in human beings, excretion in other organisms and excretion in plants. ഹെൽത്തി ആയിട്ടുള്ള ലൈഫിന് വേണ്ടി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ക്ലീൻ ആയിരിക്കണം. സോ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മളെ എക്സ്ക്രീറ്ററി സിസ്റ്റം ഒരുപാട് സഹായിക്കുന്നുണ്ട്. സോ വാട്ട് വി ഹാവ് ടു ഡു ടു ക്ലീൻ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്? നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ പ്രോപ്പറായി ഡിസ്പോസ് ചെയ്യണം. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും ക്ലീൻ ചെയ്ത് വെക്കണം.